നമ്മൾ ഓർക്കണം, ഫരീഖും ഫിൽ ജന്നതി വ ഫരീഖും ഫിസ് സഈർ, സ്വർഗ്ഗത്തിലേക്കും നരകത്തിലേക്കും വേർതിരിക്കുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. അല്ലാഹുവേ, അവിടെ നീ സ്വർഗ്ഗത്തിലേക്ക് തിരിക്കപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞാനും നിങ്ങളും എത്ര അഹങ്കാരത്തോടെ എങ്ങനെ ജീവിച്ചാലും ഞാൻ പറയട്ടെ, ഒരു ദിവസം നമ്മളെല്ലാവരും മരിച്ചു പോകും. എല്ലാ യുവാക്കളും ഓർക്കണം, എല്ലാവരും ഓർമ്മിക്കണം, ഒരു ദിവസം നമ്മൾ മരിച്ചു പോകും. ആ മരിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാമോ, തൊട്ടടുത്തിരുന്ന് പലരും ചിലപ്പോൾ കരയുന്നുണ്ടാകും. നമുക്ക് കരയാനും കഴിയില്ല, ചിരിക്കാനും കഴിയില്ല. നമ്മളിങ്ങനെ അവിടെ കിടക്കുന്നുണ്ടാകും. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ സ്വന്തം ഷർട്ട് പോലും അഴിച്ചു മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മുടെ ശരീരത്തെ ഒന്ന് കുളിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മുടെ ശരീരത്തിൽ ഉറുമ്പുകൾ കയറി വന്നാൽ, ഈച്ചകൾ കയറി വന്നാൽ അതിനെ തിരിച്ചയക്കാനും തെളിച്ചു മാറ്റാനും നമ്മളെ കൊണ്ട് കഴിയില്ല. ആ കിടക്കുന്ന കിടത്തം നിങ്ങൾ ഓർത്തു നോക്കൂ. അത് ഈ പാവപ്പെട്ട എനിക്ക് കിടക്കാനുണ്ട്, നിങ്ങൾക്കും കിടക്കാനുണ്ട്, മരിച്ചു കിടക്കാനുണ്ട് ഒരു സമയം. ആ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കണം. മുത്തഖീങ്ങളെ കൂട്ടത്തിൽ പെട്ടുകൊണ്ട് മരിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇവിടെയുള്ള എല്ലാ അഹങ്കാരവും കഴിഞ്ഞുപോയി. എന്തഹങ്കരിക്കാനാണ് സുഹൃത്തെ? നീ ഒന്ന് ആലോചിച്ചു നോക്കൂ. നിന്റെയും എന്റെയും വയറ്റിൽ നിറയെ നജസല്ലയോ? ഈ നജസ് പേറി നടക്കുന്ന നീ എന്തിന്റെ പേരിലാണ് തുള്ളുന്നത്? എന്തിന്റെ പേരിലാണ് അഹങ്കരിക്കുന്നത്? നിനക്കിതൊന്ന് മാറ്റിവെക്കാൻ കഴിയോ? സ്വന്തം ശരീരത്തിൽ നജസ് പേറി നടക്കുന്നവനല്ലേ മനുഷ്യൻ? നീ വലിയ ആളാണെന്ന് നിനക്ക് തോന്നുന്നു. ഒരു ഉള്ളി കൊണ്ടുവന്ന് നിന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് തൊലിച്ചാൽ ഉള്ളിയുടെ മുന്നിൽ കരയുന്നവനല്ലേ നീ? ചോദിക്കട്ടെ, ഒരു ദിവസം 2 ദിവസം മഞ്ഞ് കൊണ്ടാൽ മൂക്കിൽ നിന്ന് വെള്ളമൊലിക്കുന്നവനല്ലേ നീ? ഓ സുഹൃത്തെ, നിനക്കൊരു വയറ്റിൽ വേദന വന്നാൽ നേരെ നിൽക്കാൻ കഴിയോ? നീ അവിടെ ഓടിപ്പോയില്ലേ, വളഞ്ഞുപോയില്ലേ? നിന്നെ എടുത്തുകൊണ്ടുപോയി അതാ നീ അവസാനം വല്ലാതെ വേദനിക്കുന്നു, വയറ് വേദനയാകുന്നു എന്ന് പറഞ്ഞ് ഒരു ബാത്റൂമിലേക്ക്, വാഷ്റൂമിലേക്ക് കയറി ടോയ്ലറ്റിലേക്ക് പോയി അവിടെ നിന്ന് വിസർജിക്കുന്ന സമയത്ത് അല്പം കൂടുതൽ നജസ് പോയാൽ നീ ബോധം കെട്ട് വീണുപോയില്ലേ? പിന്നെ നിന്നെ എടുത്തുകൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി ഗ്ലൂക്കോസ് തരികയാണ് നിനക്ക് ബോധം തെളിയാൻ വേണ്ടി. ഇതല്ലേ നിന്റെ ജോറ്? ഇതെന്റെ നിന്റെ ശക്തി? ചോദിക്കട്ടെ, നീയും ഞാനും മരിച്ചു വീഴുമ്പോ നിനക്ക് മലക്കുൽ മൗത്തിനെ തിരിച്ചേക്കാൻ കഴിയോ? അല്ലെങ്കിൽ അവിടെ നിനക്ക് നിന്റെ എന്തെങ്കിലും അഹങ്കാരം പ്രകടിപ്പിക്കാൻ കഴിയോ? ഇല്ലല്ലോ. എല്ലാവരും വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായി മാത്രം മരിക്കാൻ നോക്കണം. ഒരിക്കലും അഹങ്കാരിയായി ജീവിക്കരുത്. ലൻ യദ്ഖുലൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ. കിബർ, അഹങ്കാരം, ഒരു അണുമണി തൂക്കമുള്ളവൻ സ്വർഗ്ഗത്തിൽ കടക്കൂല. അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. നിങ്ങൾ നല്ല ഭംഗിയുള്ള ചെരുപ്പ് ധരിച്ചോളൂ, നല്ല വസ്ത്രം ധരിച്ചോളൂ, നല്ല വീട്ടിൽ താമസിച്ചോളൂ, നല്ല സൗകര്യമുള്ള വാഹനത്തിൽ യാത്ര ചെയ്തോളൂ. ഇതൊന്നും ഇസ്ലാം വിരോധിക്കുന്നില്ല. നിന്റെ മനസ്സിൽ ഞാൻ തരക്കേടില്ല എന്ന വിധത്തിലുള്ള തുള്ളലും അഹങ്കാരം പ്രകടിപ്പിക്കലും വേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മളിങ്ങനെ മരിച്ചു കിടക്കുന്നു. കുറെ ആളുകൾ നമ്മളെ വീട്ടിലേക്ക് വരുന്നു. നമുക്ക് പരിചയമുള്ള പലരും കയറി വരുന്നു. ആ വരുന്നവരെ ഒന്നും സ്വീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. അവർ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ചിലപ്പോൾ നമ്മുടെ മുഖത്ത് നോക്കി അവരങ്ങനെ തന്നെ തിരിച്ചങ്ങോട്ട് നടക്കുന്നു. അവർ കുറച്ച് ബോധമുള്ളവരാണെങ്കിൽ ഒരു ഫാത്തിഹ ഓതി നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഓ പെൺകുട്ടികളെ, നിങ്ങൾ ധരിച്ച ആ സ്വർണങ്ങളില്ലേ, അത് മുഴുവനും അഴിച്ചു വെച്ചുപോയി. ഓ ചെറുപ്പക്കാരെ, എന്റെയും നിങ്ങളെയും വസ്ത്രം അഴിച്ചു വെച്ചുപോയി. മോതിരം ഊരിപ്പോയി, കണ്ണട മാറ്റി വെച്ചുപോയി, വാച്ച് അഴിച്ചു വെച്ചുപോയി. നമ്മളെല്ലാവരും ഒരൊറ്റ കിടത്തം കിടക്കുകയാണ്. ആ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അത് ആളുകൾ കുളിപ്പിച്ച് കഫൻ തുണി കൊണ്ടുവന്ന് നമ്മളെ പൊതിയുകയാണ്. ആ പൊതിയുന്ന സമയത്ത് നേരത്തെ തുള്ളിച്ചാടിയതിന്റെ കാലില്ലേ, ആ കാലിന്റെ വിരലുകൾക്കിടയിൽ പരുത്തി വെച്ചുപോയി, കൈവിരലുകൾക്കിടയിൽ പരുത്തി വെച്ചുപോയി, കണ്ണിന്റെ മേലെ പരുത്തി വെച്ചുപോയി, മൂക്കിന്റെ അടുക്കൽ പരുത്തി വെച്ചുപോയി, തൊള്ളയുടെ അടുക്കൽ പരുത്തി വെച്ചുപോയി, കക്ഷത്ത് പരുത്തി വെച്ചുപോയി. അതിന്റെ ശേഷം 3 കഷ്ണം തുണി കൊണ്ട് പൊതിയുകയാണ്. അങ്ങനെ പൊതിഞ്ഞിട്ട് എടുത്തു കൊണ്ടുപോവുകയാണ്. നിനക്കിവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നമ്മളെ കൊണ്ടുപോകുന്ന സമയത്ത് ചോദിക്കട്ടെ, നേരത്തെ നിന്റെ ആ
വധൂവരന്മാരായി ജീവിതത്തിലേക്ക് ആരംഭിക്കുന്ന സമയം നിന്റെ കൂടെ തുള്ളിച്ചാടിയവർ നിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ തുള്ളിച്ചാടുന്നുണ്ടോ? നിനക്കതിൽ വല്ല അനുഭവവും ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടോ? നീ അതാ ഖബറിലേക്കാണ് പോകുന്നത്. ആ ഖബറിന്റെ അടുക്കൽ കൊണ്ടുപോയി അതിനു മുമ്പ് നിനക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ച് അവർ നിന്നെ ഖബറിൽ കൊണ്ടുപോയി വെച്ച് ആ ഖബറിന്റെ മേലെ മിൻഹാ ഖലഖനാകും വമിൻഹാ വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ എന്ന് ചൊല്ലി രണ്ട് കൈയും കൂട്ടി വാരി മണ്ണിട്ട് മൂടിയിട്ട് അവരവരുടെ വഴിക്കേക്ക് പോകുമ്പോ നീ നിന്റെ ഖബറിൽ ഒറ്റക്കാണ് കേട്ടോ. നിന്റെ അഹങ്കാരം എവിടെ? നിന്റെ ശക്തി പ്രകടനം എവിടെ? നിന്റെ തോന്നിവാസം എവിടെ? ഹറാമും ഹലാലുമില്ലാത്ത ജീവിതം എവിടെ? നിന്റെ എല്ലാം നിന്നുപോയില്ലേ? ആ ഖബറിൽ എത്ര കാലമാണ് നീ ഞാനും കഴിച്ചു കൂട്ടേണ്ടത്? അതിനുശേഷം പിന്നെ നമുക്കുള്ള അള്ളാഹുവിന്റെ കോടതിയല്ലേ? ഇതെല്ലാം അനുഭവിക്കേണ്ട മനുഷ്യൻ ഈ ഭൂമിയിൽ അഹങ്കാരം പ്രകടിപ്പിക്കരുത്. അള്ളാഹു സമ്പത്ത് തന്നതിന്റെ പേരിലോ ആരോഗ്യം തന്നതിന്റെ പേരിലോ 4 സുഹൃത്തുക്കൾ ഉള്ളതിന്റെ പേരിലോ അഹങ്കാരം പ്രകടിപ്പിക്കരുത്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, അല്ലഖില്ലാഹു യൗമൈദിൻ ബഅദുഹും ലിബഅദ് അല്ലഖില്ലാഹു യൗമൈദിൻ ബഅദുഹും ലിബഅദിൻ അദു ഇല്ലൽ മുത്തഖീൻ. സുഹൃത്തുക്കളെല്ലാം പടച്ച റബ്ബിന്റെ കോടതിയിൽ ശത്രുക്കളാണ്. ഇല്ലൽ മുത്തഖീൻ, തഖ്വയുള്ളവരല്ലാതെ അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ വിരോധിച്ചത് കൈയൊഴിച്ച് അച്ചടക്കത്തോടെ ജീവിച്ചവർക്ക് സുഹൃത്തുക്കൾ ഫലം ചെയ്യുന്നവരായിരിക്കും. അല്ലാത്ത സുഹൃത്തുക്കൾ മുഴുവനും നിനക്കവിടെ ശത്രുക്കളായിരിക്കുമെന്ന് ഖുർആൻ. അതുകൊണ്ട് നല്ല ദീനീ ബോധത്തോടുകൂടി ആകണം മുസ്ലിം സമുദായത്തിന്റെ എല്ലാ ജീവിതവും, വൈവാഹിക ജീവിതവും പൊതുജീവിതവും. ഭാര്യമാരെ പീഡിപ്പിക്കരുത്, ഭർത്താക്കന്മാരെ മനസ്സ് വിഷമിപ്പിക്കരുത്. സന്തോഷകരമായ ജീവിതം വൈവാഹിക ജീവിതത്തിൽ നടത്തിക്കൊണ്ടു പോകാനുള്ള തൗഫീഖ് റബ്ബിനോട് ചോദിച്ചു വാങ്ങേണ്ട സമയമാണ് ഈ വിവാഹത്തിന്റെ സമയം. അഹങ്കരിക്കേണ്ട സമയമല്ല എന്ന ബോധം സർവ്വ മുസ്ലിമീങ്ങൾക്കും ഉണ്ടാകണമെന്ന് മാത്രം ഉണർത്തി. അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന പരിശുദ്ധ ഖുർആനിന്റെ വാചകം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ.